ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ആ ഫസ്റ്റ് പേജിൽ ഒരു കണ്ടൻ്റ് ഉണ്ട്. അതിൽ പറയുന്നത് മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാണ്. കാരണം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണ് മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്, അല്ലേ? ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതുവാൻ പ്രത്യേകം ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. അതായത് ആദിമ മനുഷ്യർ ആദ്യകാലങ്ങളിൽ അവർക്ക് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്തുപയോഗിച്ചു? ഇരുമ്പാണോ ആദ്യം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ മറ്റു ലോഹങ്ങളാണോ? അല്ല, കല്ലുകൊണ്ടുള്ള മഴു, സ്റ്റോൺ ആക്സസ്, അതുപോലെ തന്നെ സ്പെയർസ്, അതുപോലെ തന്നെ സ്റ്റോൺ നീഡിൽസ്, ഇതൊക്കെയാണ് അവർ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ദെൻ ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിങ്ടൺ, അതായത് ലണ്ടനിലെ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചും ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റുസ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ദിസ് ലെറ്റർ റെഫേഴ്സ് ടു ദ ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ആരാണ് പ്രിമിറ്റീവ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ? ആദിമ മനുഷ്യർ, പ്രാചീന മനുഷ്യരാണ്. അപ്പോൾ പ്രാചീന മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ കത്തിൽ പറയുന്നത്. ഈ കത്ത് ആർക്കെഴുതിയതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിലുള്ളതാണ് ഈ ഭാഗം. ഇനി നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിക്കേ. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വെയർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം വൈൽഡ് ആനിമൽസ്. അതായത് കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏത് തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞു സ്റ്റോൺ ആക്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? പിന്നെ സ്പെയർസ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റോൺ നീഡിൽസ്, കല്ല് സൂചികൾ, അതുപോലെ കല്ലുകൊണ്ടുള്ള മഴു, കല്ലുകൊണ്ടുള്ള കുന്തം, ഇതൊക്കെയാണ് കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് നോക്കൂ. വാട്ട് കുഡ് ബി the purposes for which humans in that period used such tools. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ് അന്നത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ തന്നെ ആലോചിക്കണം എന്തൊക്കെയാണെന്ന് ആവശ്യമുണ്ടായ ടൂൾസ് കൊണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽവ്സ് ഫ്രം ആനിമൽസ്. മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ടൂൾസ് ഉപയോഗിച്ചിരുന്നു. ദെൻ ഫോർ ഹണ്ടിങ്, വേട്ടയാടാനായിട്ട് ടൂൾസ് ഉപയോഗിച്ചിരുന്നു. ദ ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദി എബവ് മെൻഷൻ പർപ്പസസ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ദ ബിഗിനിങ്. ലേറ്റർ സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽ. അപ്പോൾ മുകളിൽ പറഞ്ഞ ആവശ്യങ്ങൾക്കായി മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു. അതായത് എളുപ്പത്തിൽ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഒരു തടി വെട്ടി പൊളിക്കണം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ വീട്ടിൽ കോടാലിയുണ്ട്. ചെറിയ വിറകാണി നമ്മൾ വാക്കത്തി ഉപയോഗിക്കും. ഈ കോടാലിയുടെയും വാക്കത്തിയുടെയൊക്കെ പിടിഭാഗം മരം കൊണ്ടുള്ളതായിരിക്കും. ബാക്കി ഭാഗമോ മെറ്റലാണ്. എന്ത് മെറ്റലാണ്? നമ്മൾ ഇരുമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആദ്യകാലങ്ങളിലും ഇരുമ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്നത് അവരെന്താണ്? ഈ ശിലകളാണ്. കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും കല്ലുകൊണ്ടുള്ള വസ്തുക്കളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അതുകൊണ്ടാണ് ദ ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദ എബോവ് മെൻഷൻ പർപ്പസസ് വെയർ മോഡ് ഓഫ് സ്റ്റോൺ ഇൻ ദ ബിഗിനിങ്. ഒരു ആയുധം വേണം, അല്ലെങ്കിൽ തങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു കൈപ്പിടി വേണം, തങ്ങൾക്ക് വേട്ടയാടാനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം എന്നവർക്ക് മനസ്സിൽ
തോന്നിയ ടൈമുണ്ടല്ലോ, ആ ടൈമിൽ അവർക്ക് ആദ്യം കിട്ടിയ സാധനം എന്തായിരിക്കും? ശിലയായിരിക്കും. അപ്പോൾ ആ ശില വെച്ചാണ് അവർ പിന്നീട് കല്ലുകൾ കൊണ്ടാണ് അവർ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇനി നോക്കൂ, സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽ. പിന്നീട് ലോഹങ്ങളുടെ കണ്ടുപിടുത്തം ഈ ശില ആയുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് ലോഹം കണ്ടുപിടിച്ചുകൂടി ശില വെച്ചുള്ള ആയുധങ്ങളൊന്നും ആരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തത്, ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദി ബേസിസ് ഓഫ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. ഒന്ന് നോക്കിക്കേ, ആർക്കിയോളജിസ്റ്റ്. ആരാണ് ഈ ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പുരാവസ്തു ഗവേഷകരാണ്. പുരാവസ്തു ഗവേഷകർ they divide human history into different stages. അതായത് ഈ മനുഷ്യൻ്റെ ചരിത്രത്തെ അവർ പല ഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദി ബേസിസ് ഓഫ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. മനുഷ്യൻ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആദ്യം അവർ ശിലകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞു. ഒരു സിംഹമോ ഒരു കടുവയോ അല്ലെങ്കിൽ മറ്റു ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ എവിടെയാണോ നിന്നിരുന്നത് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കല്ലെടുത്തോ തടിയെടുത്തോ ഒക്കെ എറിഞ്ഞു കാണും. പിന്നീട് അവർക്ക് മനസ്സിലായി കാണും, തടി വെറുതെ എറിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ കല്ല് വെറുതെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അതിനെക്കുറിച്ച് ഷെയ്പ്പാക്കാം. എന്നാൽ ഷെയ്പ്പാക്കുക എന്നുള്ളത് ആ ഒരു പ്രാചീന കാലഘട്ടത്തിലായിരിക്കില്ല അവരുടെ ബുദ്ധിയിൽ വന്നത്, അടുത്ത സ്റ്റേജിലായിരിക്കും. പിന്നീട് എന്നാൽ കൂർത്ത വസ്തുക്കളാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് ചിലപ്പോൾ അടുത്ത തലമുറയ്ക്കായിരിക്കും. അപ്പോൾ അങ്ങനെ പല പല സ്റ്റേജുകളിലൂടെ തന്നെ ശിലയുടെ ഉപയോഗം കടന്നു പോകുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ മെറ്റലിലേക്ക് വരുന്നതും ഇന്നത്തെ ഈ ഒരു യുഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതും. ഓക്കെ, ഇനി നോക്കൂ, മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മനുഷ്യൻ്റെ ചരിത്രത്തെ പല ഘട്ടങ്ങളായി തിരിക്കുന്നു. നോക്കൂ, ഫസ്റ്റ് സ്റ്റോൺ ഏജ്. അപ്പോൾ ഒന്നാമത്തെ യുഗം ഏതാണ്? സ്റ്റോൺ ഏജ് ആണ്, ശിലായുഗമാണ്. രണ്ടാമത്തേതാണ് മെറ്റൽ ഏജ്, അത് ലോഹയുഗമാണ്. ഓക്കെ, ടൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? രണ്ടായിട്ട്. ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. ഇനി നമുക്ക് സ്റ്റോൺ ഏജ് എന്താണെന്ന് നോക്കാം. സ്റ്റോൺ ഏജ് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പാലിയോലിത്തിക് ഏജ്, രണ്ടാമത്തത് മെസോലിത്തിക് ഏജ്, മൂന്നാമത്തത് നിയോലിത്തിക് ഏജ്. ഇതൊന്നും കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ് പഠിക്കാൻ, നമ്മൾ ശ്രദ്ധിച്ചിരിക്കാൻ. അപ്പോൾ സ്റ്റോൺ ഏജ് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജും നിയോലിത്തിക് ഏജുമാണ്. ഇനി രണ്ടാമത്തേത് ഏതാണ്? മെറ്റൽ ഏജ് ആണ്. എന്താണ് മെറ്റൽ? ലോഹമാണ്, ലോഹയുഗമാണ്. ആ മെറ്റൽ ഏജിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രോൺസ് ഏജും അയൺ ഏജും. എന്താണ് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ? വെങ്കലമാണ്, വെങ്കലയുഗവും. ദെൻ അയൺ ഏജ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് യുഗവുമാണ്. ഇനി നമുക്ക് പതുക്കെ പാഠത്തിലേക്ക് കടക്കാം. സ്റ്റോൺ ഏജ്. Have you ever thought why the first phase of human history was called the Stone Age? നിങ്ങൾ എപ്പോഴേക്കും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ, എന്തുകൊണ്ടായിരിക്കും സ്റ്റോൺ ഏജ് എന്ന് മനുഷ്യൻ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ എന്തായിരിക്കും സ്റ്റോൺ ഏജ് എന്ന് വിളിക്കാൻ കാരണം, ശിലായുഗം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതായത് ആ കാലത്ത് മനുഷ്യൻ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ടാണ്. അപ്പോൾ കല്ല് ആയുധമായും ഉപകരണങ്ങളായും ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. ബേസ്ഡ് ഓൺ ദി മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ്, ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻടു 3: പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. അതായത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പാലിയോലിത്തിക് അഥവാ പ്രാചീന ശിലായുഗമെന്നും മെസോലിത്തിക് അഥവാ മധ്യശിലായുഗമെന്നും
നിയോലിത്തിക് അഥവാ നവീന ശിലായുഗം എന്നുമിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോൺ ഏജിനെ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കാൻ കാരണം? ആ സമയത്ത് സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസും സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസുമാണ് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ കാലത്തെ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഈ സ്റ്റോൺ ഏജ് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു. പാലിയോലിത്തിക്, എൻ്റെ കൂടെ പറഞ്ഞേ, പാലിയോലിത്തിക്, പാലിയോലിത്തിക് ഏജ്. രണ്ടാമത്തത് മെസോലിത്തിക്, മെസോലിത്തിക്, മെസോലിത്തിക് ഏജ്. മൂന്നാമത്തതോ നിയോലിത്തിക്, നിയോലിത്തിക്, നിയോലിത്തിക് ഏജ്. ഇങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഏജിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. പാലിയോലിത്തിക് ഏജ്. The characteristic features of Paleolithic age is the use of rough stone tools. റഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺപോളിഷ്ഡ്, പോളിഷ് ഒന്നും ചെയ്യാത്ത, അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നത്. ഈ പാലിയോലിത്തിക് ഏജിലെ ഈ പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ടീച്ചർ ആദ്യമേ ഒരു ക്ലൂ തന്നിരുന്നു. പരുക്കൻ ശിലാ ഉപകരണങ്ങൾ അഥവാ റഫ് സ്റ്റോൺസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്താണ് റഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ? അൺപോളിഷ്ഡ്, പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു ജന്തുവിനെ കാണുന്നു, അതിനെ പെട്ടെന്ന് ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്ന സമയത്ത് എന്താണോ രക്ഷപ്പെടാൻ തനിക്ക് ആവശ്യം, പെട്ടെന്ന് തോന്നുന്നു ആ ഒരു കല്ല് കിടക്കുന്നു, ആ കല്ല് അതേപോലെ എടുത്ത് എറിയുകയാണ്. ആ കല്ലിന് എന്തെങ്കിലും പോളിഷ് നമ്മൾ ചെയ്തോ? ഇല്ല. അതേപോലെ മാറ്റമൊന്നും വരുത്താതെ റഫ് സ്റ്റോൺ അങ്ങനെ തന്നെ നമ്മൾ ആയുധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതാണ് ഈ പാലിയോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. പരുക്കനായിട്ടുള്ള ശിലാ ഉപകരണങ്ങളാണ് ഈ പാലിയോലിത്തിക് ഏജിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇനി ദ ടേം പാലിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്, പാലിയോസ് ആൻഡ് ലിത്തോസ്. പാലിയോസ് എന്നുള്ള വാക്ക് പഴയ എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ പാപ്പ, പഴയ, ഓൾഡ് എന്നുള്ള അർത്ഥമാണ്. ലിത്തോസ്, ലിത്തോസ്ഫിയറൊക്കെ നിങ്ങൾ ബേസിക് സയൻസ് കേട്ട് കാണും. അപ്പോൾ ലിത്തോസ് എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റോൺ ആണ്. അപ്പോൾ പാലിയോലിത്തിക് എന്ന് പറയുന്നത് റഫ് സ്റ്റോൺസ് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. ഏത് കാലഘട്ടം? പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം. ഇനി എന്താണ് ഈ പാലിയോലിത്തിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാലിയോസ് അല്ലെങ്കിൽ ലിത്തോസ് എന്ന് പറയുന്ന 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പാലിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രാചീനം, പഴയത്. ലിത്തോസ് എന്നാലോ ശില അല്ലെങ്കിൽ കല്ല്. അങ്ങനെയാണ് പാലിയോലിത്തിക് എന്നുള്ള വാക്ക് രൂപം കൊണ്ടത്. ക്ലിയർ ആയില്ലേ? ദ മേക്കിംഗ് ഓഫ് tools is related to the means of subsistence of primitive humans. നോക്കിക്കേ, the making of tools is related to the means of subsistence of primitive humans എന്ന് വെച്ചെന്താ? ഈ ആദിമ മനുഷ്യരുടെ ജീവന ഉപാധികൾ, അതായത് അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? ഉപകരണങ്ങളുടെ നിർമ്മാണം. അവരുടെ ജീവനോപാധി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കളക്ട് ചെയ്യുന്നതിന് ഉപകരണം ആവശ്യമായിരുന്നു, മറ്റു വേട്ടയാടുന്നതിന് ഉപകരണം ആവശ്യമായിരുന്നു, മറ്റ് ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനും ഉപകരണം ആവശ്യമായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും എന്തുമായിട്ട് ബന്ധമുള്ളതാണ്? ഉപകരണങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് there were 3 main stages in the use of tools. They are given below. ഈ പുരാവസ്തു ഗവേഷകർ ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ടൂൾസിൻ്റെ ഉപയോഗത്തിൽ, ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് യൂട്ടിലൈസേഷൻ. എന്താ യൂട്ടിലൈസ് ചെയ്യുക? അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. രണ്ടാമത്തെ എങ്ങനെയാണ്? ഫാഷനിങ്. അതെങ്ങനെയാണ് അതിന് രൂപമാറ്റം വരുത്തിയത്, അല്ലേ? റഫ് സ്റ്റോണാന്നൊക്കെ പറഞ്ഞ ആദ്യം നമ്മൾ. അപ്പം റഫിനെ എങ്ങനെയാണ് രൂപമാറ്റം പെടുത്തിയെടുത്തത്. മൂന്നാമത്താണ് സ്റ്റാൻഡർഡൈസേഷൻ. അതെങ്ങനെയാണ് ക്രമവൽക്കരിച്ചത്, ക്രമവൽക്കരണം. അപ്പോൾ ഏതൊക്കെയാണ്? യൂട്ടിലൈസേഷൻ. കൂടെ പറഞ്ഞേ, യൂട്ടിലൈസേഷൻ, യൂട്ടിലൈസേഷൻ. രണ്ടാമത്തത് ഫാഷനിങ്, രൂപമാറ്റം വരുത്തുക. മൂന്നാമത്തത് സ്റ്റാൻഡർഡൈസിങ്. ഇത് മൂന്നും ഒന്ന് ശ്രദ്ധിക്കുക.
എന്താണ് യൂട്ടിലൈസേഷൻ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. അതാണ് ഒന്നാമത്തത്. കയ്യിൽ കിട്ടിയ ആ ഒരു സ്റ്റോൺ എങ്ങനെ ഉപയോഗിച്ചു? ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിച്ചു. ടീച്ചർ പറഞ്ഞില്ലേ ആദ്യം തന്നെ എന്ത് പേടിയുള്ള ജീവിയാണോ കണ്ടത് അതിനൊന്ന് ഓടിക്കണം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു ഫ്രൂട്ട് മുകളിൽ കിടക്കുകയാണ്, അപ്പോൾ അവർക്കൊന്നും ഫ്രൂട്ടൊന്നും അറിയില്ല, ടീച്ചർ അതും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല മാമ്പഴം മുകളിൽ കിടക്കുകയാണ്, ആ മാമ്പഴം ഒന്ന് വീഴ്ത്തണമെങ്കിൽ താഴെ കിടക്കുന്ന കല്ല് എടുത്ത് നമ്മൾ എറിയുക ചെയ്തത് അല്ലേ? അല്ലാതെ ആ കല്ലിനെ നമ്മൾ നന്നായിട്ട് ഷാർപ്പനിങ് ചെയ്ത് നന്നായിട്ട് അതിനൊരു മുന വരുത്തി ഷേപ്പ് മാറ്റി ഒന്നും ആ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നില്ല. കയ്യിൽ കിട്ടിയ ആ ഒരു കല്ലിനെ ഒരായുധമാക്കി ആ മാമ്പഴം താഴേക്കിട്ടു. അപ്പോൾ ആ ഒരു ഉപയോഗപ്പെടുത്തലിനെയാണ് നമ്മൾ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ലഭ്യമായ കല്ലുകളെ യാതൊരുവിധ രൂപമാറ്റവും വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി. അടുത്തതാണ് ഫാഷനിങ്. എന്താണ് ഫാഷനിങ് എന്ന് പറഞ്ഞാൽ? രൂപമാറ്റം വരുത്തുക. ഏറ്റവും നല്ല എക്സാമ്പിൾ, നമ്മൾ കടയിൽ പോയി ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു, ഡ്രസ്സ് വാങ്ങിച്ചാൽ അതുപോലെ തന്നെ ഇടുകയാണ് കാരണം യൂട്ടിലൈസേഷൻ എന്ന് പറയാം. എന്നാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു ചുരിദാറിനെ നമ്മുടെ ഷേപ്പൊക്കെ ചെയ്ത് അതിന് കുറച്ച് ഗിൽറ്റും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്, അതിന് രൂപമാറ്റം വരുത്തും. നമ്മൾ ഇത് കുറച്ചുകൂടെ ഫാഷനിങ് ആക്കി അല്ലേ? അത് തന്നെ ഇവിടെ സാധനം. നോക്കൂ, ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് by changing the shape according to the need. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപം മാറ്റി ഉപയോഗിക്കുന്ന രീതിയാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ കല്ലുകൾ കിട്ടി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് രൂപം മാറ്റിയേക്കാം. അതായത് ഇന്ന ആവശ്യത്തിന്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, മത്സ്യത്തെ പിടിക്കാനായിട്ട് നമുക്ക് ആ കിട്ടിയ കല്ല് രൂപമൊന്നും മാറ്റാതെ വെറുതെ അങ്ങോട്ട് എറിയാന്ന് വിചാരിക്കുക, മീനിൻ്റെ മേത്ത് കൊള്ളുമോ? ഇല്ല. പക്ഷെ അതിന് രൂപം മാറ്റി നല്ല ഷാർപ്പ്, നമ്മുടെ പെൻസിലിൻ്റെ മുന പോലെ നല്ല ഷാർപ്പാക്കി നമ്മൾ അയക്കുകയാണെങ്കിലോ അത് കൃത്യമായിട്ട് മത്സ്യത്തിൻ്റെ മേത്ത് കൊള്ളും. അത് ഹണ്ടിങ്ങിന് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ഇതുപോലെയുള്ള ഷാർപ്പ് സ്റ്റോണാണ്. അപ്പോൾ ലഭ്യമായ കല്ലിനെ, ലഭ്യമായ ശിലയെ നമ്മൾ എന്ത് ചെയ്തു? ആവശ്യത്തിന് അനുസരിച്ച് രൂപമാറ്റം വരുത്തി. അതിനെ നമ്മൾ ഫാഷനിങ് എന്ന് പറയുന്നു അല്ലേ? നമ്മൾ കിട്ടിയ ചുരിദാറിന് നല്ല സ്റ്റൈലൊക്കെ ആക്കി കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ അതെന്താക്കി? ഒരു ഫാഷനിങ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് വന്നു. ഇനി അടുത്തതാണ് മൂന്നാമത്തത് സ്റ്റാൻഡേർഡൈസേഷൻ. മൂന്നാമത്തെ എന്താണ്? സ്റ്റാൻഡേർഡൈസേഷൻ. The method of making specific tools for each purpose. നോക്കിക്കേ, ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോടാലിയും ഉപയോഗിക്കുന്നുണ്ട്, തൂമ്പായും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കി, കോടാലി എന്തിനു ഉപയോഗിക്കുന്നതാണ്? തടി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? തടി മുറിക്കുന്നതിന് വേണ്ടി. ഈ തടി മുറിക്കാൻ നിങ്ങൾ തൂമ്പ ഉപയോഗിക്കുമോ? നിങ്ങൾ തൂമ്പ ഉപയോഗിച്ച് ആ തടിയിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ അത് പൊളിയുമോ? ഇല്ല. അതുപോലെ തന്നെ വട്ടത്തിൽ കുഴിയെടുക്കണം. ഈ കോടാലി കൊണ്ട് വട്ടത്തിൽ നമുക്ക് കുഴിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോ ആവശ്യത്തിനും ഓരോ ഉപകരണങ്ങൾ, ഓരോ ഷേപ്പിലുള്ളത് അല്ലേ, പ്രത്യേകതര ഷേപ്പിലുള്ള ഉപകരണം നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന രീതിയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, നോക്കൂ. അപ്പോൾ ഉപകരണങ്ങളുടെ ഉപയോഗം എങ്ങനെയാണോ അതനുസരിച്ചാണ് 3 ഘട്ടങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ഈ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ യൂട്ടിലൈസേഷൻ, റഫ് സ്റ്റോൺ അതേപടി. രണ്ടാമത്തത് ഫാഷനിങ്, റഫ് സ്റ്റോൺ ഷേപ്പ് ചെയ്തെടുത്തു ഷാർപ്പനറാക്കി. മൂന്നാമത്തത് സ്റ്റാൻഡേർഡൈസേഷൻ. ഈച്ച് യൂസിനും എങ്ങനെയായിരിക്കും? ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പ് ആവശ്യമാണ് അല്ലേ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതേമാതിരി ആ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് എന്ത്? സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. സ്പീഡ് കൂടുതലാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം, സ്പീഡ് കൂടുതലാണെന്ന് കേട്ടോ. നെക്സ്റ്റ്, ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആർ ദ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ്ഡ് ബൈ പ്രിമിറ്റീവ് ഹ്യൂമൻ ഡ്യൂറിങ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് പാലിയോലിത്തിക് ഏജ്. അതായത് പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങളുടെ ചിത്രമാണത്.
ഇത് നിരീക്ഷിച്ച് ഈ ഉപകരണങ്ങളുടെ സവിശേഷത എന്തെല്ലാമാണെന്ന് പറയുക. നോക്കൂ, ഫസ്റ്റ് വൺ പെബിൾ ടൂൾസ് ആണ്. അതാണ് പെബിൾ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻ കല്ലുപകരണങ്ങൾ അല്ലേ. രണ്ടാമത്തത് ബൈഫേസ് കോർ ടൂൾസ് ആണ്. അതായത് ദ്വിമുഖ, എന്താണ് ദ്വിമുഖ എന്ന് പറഞ്ഞാൽ രണ്ട് മുഖമുണ്ടല്ലേ, ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ. മൂന്നാമത്തെ എന്താണ് ഫ്ലേക്ക് ടൂൾസ് അഥവാ കൽച്ചീളുപകരണങ്ങളാണ്. ഇത് മൂന്നും നമ്മുടെ ചുറ്റുവട്ടം, നിങ്ങൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിക്കേ, മുറ്റത്തിറങ്ങി മുറ്റത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉരുളൻ കല്ലുകൾ പെബിൾ സ്റ്റോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൈഫേസ് കോർ ടൂൾസ് ഉണ്ടാവും, ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ. അതിനുശേഷം ഫ്ലേക്ക് ടൂൾസ് അഥവാ കൽച്ചീളു ഉപകരണങ്ങൾ. ഇത് മൂന്നും നിങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ടാകും. അത് നമ്മൾ ആരെങ്കിലും ഷേപ്പാക്കിയതാണോ, നമ്മൾ ആരെങ്കിലും ഷാർപ്പാക്കിയതാണോ? അല്ല, അത് കാലാന്തരത്തിൽ കല്ലുകൾ പൊട്ടുകയും മഴവെള്ളം നനയുകയും ചെയ്യുന്നു, പിന്നീട് നമ്മൾ ചവിട്ടി നടക്കുകയും ചെയ്തു. അങ്ങനെ ഉരസലിൻ്റെയും മറ്റു ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? കൽച്ചീളുകളും ഇതുപോലെ തന്നെ ബൈഫേസ് കോർ ടൂൾസും പെബിൾസ് ടൂൾസും ഒക്കെ നിങ്ങളുടെ ചുറ്റുപാട് തന്നെയും ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ടീച്ചർ ഇതുവരെ പഠിച്ച കണ്ടൻറ്റ് ഒന്ന് ഓടിച്ച് പറയട്ടെ. നമ്മൾ കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് തരം ഉപകരണം ഉപയോഗിച്ചെന്ന് പറഞ്ഞു? സ്റ്റോൺ നീഡിൽസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. പിന്നെ ഈ സ്റ്റോൺ ആക്സസിൻ്റെ കാര്യവും പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ ടൂൾസും വെപ്പൺസൊക്കെ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ പ്രാചീന ആളുകൾക്ക് ആവശ്യം എന്തിനായിരുന്നു? അവർക്ക് ആനിമൽസിൽ നിന്ന് രക്ഷ നേടാനായിട്ട്, ഫോർ ഹണ്ടിങ്ങിന് വേണ്ടിയാണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് 2 ഏജിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തത് സ്റ്റോൺ ഏജാണ്, രണ്ടാമത്തത് മെറ്റൽ ഏജാണ്. അത്രയും നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് തെറ്റിപ്പോണ ഒരു കാര്യം, ഏജ് എന്ന് പറയുമ്പോൾ വേഗം പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞ് എഴുതരുത്. പ്രധാനമായിട്ടും മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ, അതിപ്പോൾ 2 വസ്തു ഇവിടെ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റോണും ഒന്ന് മെറ്റലും. അപ്പോൾ അങ്ങനെ ഓർക്കുക, 2 ഏജിനെ കുറിച്ച് ആദ്യമേ നമ്മൾ എഴുതാമുള്ളൂ. അതിനാണ് അവർ ആ ചാർട്ട് തന്നിരിക്കുന്നത്, സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് സ്റ്റോൺ ഏജിനെ കുറിച്ചാണ്. സ്റ്റോൺ ഏജിൽ 3 പേരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആരെക്കുറിച്ചൊക്കെയാണ്? പാലിയോലിത്തിക്കിനെ കുറിച്ചും മെസോലിത്തിക്കിനെ കുറിച്ചും നിയോലിത്തിക്കിനെ കുറിച്ചും. അത്രയും പേരും ഒരു കൂട്ടാളികളാണ്, അവരൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തതാണ് മെറ്റൽ ഏജ്. ആ മെറ്റൽ ഏജ് എന്ന് പറയുന്നതിൻ്റെ കൂടെ വേറെ 2 കൂട്ടുകാരും കൂടെ ഉണ്ട്. ആരൊക്കെയാണ്? ബ്രോൺസ് ഏജ് വെങ്കലയുഗവും അയൺ ഏജ് ഇരുമ്പ് യുഗവും. അപ്പോൾ ആ ഒരു ചാർട്ട് കൃത്യമായിട്ട് എഴുതാനായിട്ടും പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ് സ്റ്റോൺ ഏജ് എന്നാണ്. സ്റ്റോൺ ഏജ് എന്താണ്? സ്റ്റോൺ ടൂളായിട്ടും വെപ്പണായിട്ടും ഉപയോഗിച്ചിരുന്ന കാലമാണ് സ്റ്റോൺ ഏജ്. വെരി സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ സ്റ്റോൺ ഏജിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3ആയിട്ട്. ആ സ്റ്റോൺ ഏജിൽ വരുന്നവരാണ് ഒന്നാമത്തെ ആൾ പാലിയോലിത്തിക് ഏജ്. എന്താണ് പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? പ്രാചീനം, ഓൾഡ് എന്നാണ്. പിന്നെയോ പാലിയോസ് അഥവാ പ്രാചീനം, ലിത്തോസ് അഥവാ ശില എന്നീ 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന വാക്ക് വന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാലിയോലിത്തിക് ഏജിനെ ഈ പ്രാചീന ശിലായുഗം എന്ന് വിളിക്കാൻ കാരണം? അത് റഫ് സ്റ്റോൺസ് ഉപയോഗിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അൺപോളിഷ്ഡ് സ്റ്റോൺസ് ഉപയോഗിച്ചത് കൊണ്ടാണ്. അതായത് പരുക്കൻ ശില ഉപയോഗിച്ചത് കൊണ്ടാണ്. പരുപരുത്തത്, വലിയ ഷേപ്പൊന്നും ഇല്ലാത്തത്, നമുക്ക് ഭൂമിയിൽ നിന്ന് അങ്ങനെ തന്നെ കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു, ഒരു കാലിൽ നമ്മുടെ ഒരു കാലിലേക്കായിട്ട് ഒരു കല്ല് തട്ടിയെന്ന് വിചാരിക്കുക. ആ കല്ല് നമ്മൾ റഫ് സ്റ്റാൻസ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് ആദിമ മനുഷ്യരുടെ ആ ജീവന ഉപാധികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പല ഉപകരണങ്ങളുടെ നിർമ്മാണം അല്ലേ. വേട്ടയാടുന്നതിന് വേണ്ടിയും അവർക്ക് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ഒക്കെയാണ് അവർ ഈ ടൂൾസും വെപ്പൺസൊക്കെ ലിത്തോസ് അഥവാ ശിലകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തന്നെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ ഉപകരണങ്ങളുടെ ഒരു പ്രയോജനപ്പെടുത്തുന്നത് പറയുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ്. അതായത് എങ്ങനെയാണ് അവരത് ഉപയോഗിച്ചത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് 3 ഘട്ടങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത്
യൂട്ടിലൈസേഷൻ. ഒന്നാമത്തെ എന്താണ്? യൂട്ടിലൈസേഷൻ. അതായത് നമുക്ക് എങ്ങനെയാണോ റഫ് സ്റ്റോൺ കിട്ടുന്നത് നമ്മൾ അതേപടി ഉപയോഗിക്കുന്ന രീതി. രണ്ടാമത്തത് ഫാഷനിങ്. ലഭ്യമായ കല്ലുകൾ നമ്മുടെ ആവശ്യത്തിന് രൂപമാറ്റം വരുത്തുന്ന രീതിയാണ് ഫാഷനിങ്. മൂന്നാമത്തതോ സ്റ്റാൻഡർഡൈസേഷൻ. ഓരോ ആവശ്യത്തിനും ഓരോ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പെബിൾസ് ടൂൾസ്, ബൈഫേസ് കോർ ടൂൾസ്, ഫ്ലേക്ക് ടൂൾസൊക്കെ ആണ് പറഞ്ഞത്. അത് നമ്മൾക്ക് പഠിക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 10 എടുക്കുക. കോർ ആൻഡ് ഫ്ലേക്സ്. എന്തിനാണ് കോർ ആൻഡ് ഫ്ലേക്സ് പഠിക്കാൻ കാരണം? മുന്നേ ടീച്ചർ പറഞ്ഞു ഫ്ലേക്ക് ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. കൽച്ചീള ഉപകരണങ്ങളാണ് ഫ്ലേക്ക് ടൂൾസ്. ഒന്ന് നോക്കിക്കേ. When a piece of stone is broken into 2 or more pieces, the largest piece is called the core and the smaller pieces are called flakes. ഒന്നുമില്ല, വളരെ എളുപ്പം. പിള്ളേരെ, നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുക. അവിടെ കാണുന്ന ഒരു കല്ലിങ്ങ് എടുക്കുക. ഒരുവിധം വലുതായി തന്നെ ആയിക്കോട്ടെ. കല്ലെടുക്കുക. ഒരു കഷ്ണം കല്ലിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വേറൊരു കല്ല് വെച്ച് ഇടിച്ച് പൊട്ടിക്കുക, അല്ലേ? മറ്റൊരു കല്ല് ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള വലിയ കല്ല് ഇടിച്ച് പൊട്ടിക്കുക. ചിലപ്പോൾ ആ കല്ല് ഒന്നുകിൽ 2 ആയി കാണും, അല്ലെങ്കിൽ ആ കല്ലിൻ്റെ കഷ്ടകാലം കൊണ്ട് ഒരു 5-6 കഷ്ണമായി കാണും. അപ്പോൾ എത്ര കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞു? ഒന്നുകിൽ ആ കല്ല് പൊട്ടിയപ്പോൾ 2 കഷ്ണമായി കാണും, അല്ലെങ്കിൽ ആ കല്ല് ഒരു 5-6 കഷ്ണമായി കാണും. അപ്പോൾ നമ്മൾ ചെറിയ കല്ലും എടുത്ത് വയ്ക്കുക, വലിയ കല്ലും എടുത്ത് വയ്ക്കുക. അതായത് ഞാനിപ്പോൾ പൊട്ടിച്ച കല്ല്, ചെറിയ കല്ല് ഇടതുഭാഗത്തും വലിയ കല്ല് വലതുഭാഗത്തും നിങ്ങൾ എടുത്ത് വയ്ക്കുകയാണ്. ഇനി നമ്മൾ ടെക്സ്റ്റിലേക്ക് നോക്കുക. When a piece of stone is broken into 2 or more pieces, ഒരു കഷ്ണം കല്ലിനെ 2 അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ the largest piece is called the core. ഏറ്റവും വലിയ കഷ്ണത്തെയാണ് നമ്മൾ കോർ അഥവാ മാതൃശില എന്ന് വിളിക്കുന്നത്. പിന്നെയോ the smaller pieces are called flakes. അതിലേറ്റവും ചെറിയ കഷ്ണത്തെ കൽച്ചീളുകളെന്നും വിളിക്കും. അപ്പോൾ കിട്ടിയോ എന്താണ് ഫ്ലേക്സ്, എന്താണ് കോറെന്ന്? അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഒരു ഉരുളൻ കല്ലിന് തല്ലി പൊട്ടിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള കല്ല്, അതിനെ നമ്മൾ മറ്റൊരു കല്ല് ഉപയോഗിച്ച് ഇടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അതിൽ വലിയ പീസും ഉണ്ടാവും, ചെറിയ പീസും ഉണ്ടാവും. വലിയ പീസിനെ കോർ എന്നും പറയും, ചെറിയ പീസിനെ കൽച്ചീൾ അഥവാ ഫ്ലേക്സ് എന്നും പറയും. Those made of core stones are called core tools. അപ്പോഴോ ഇതുപോലെ മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ അഥവാ കോർ ആയിട്ടുള്ള സ്റ്റോൺ ഉണ്ടല്ലോ, കോർ സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കുന്നവയെ എന്ത് വിളിക്കും നമ്മൾ? കോർ ടൂൾസ് എന്നും. Those made of stone flakes are called ഫ്ലേക്സ് ടൂൾസ്. അതായത് ഈ ഫ്ലേക്സ് കൊണ്ട്, ഈ കല്ല് ചീളുണ്ടല്ലോ, അതായത് ആ ചെറിയ കഷ്ണങ്ങൾ, ആ ചെറിയ കഷ്ണം കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളെ കൽച്ചീൾ ഉപകരണങ്ങൾ അഥവാ ഫ്ലേക്ക് ടൂൾസ് എന്നും പറയുന്നു. ആ പേജിൽ ഫസ്റ്റ് പിക്ചർ നിങ്ങൾ നോക്കിക്കേ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ചോപ്പിംഗ് ടൂൾസാണ്, അതായത് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ. രണ്ടാമത്തതോ ദ സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്, അതായത് ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങളാണത്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി പാലിയോലിത്തിക് പീരിയഡ് ഹ്യൂമൻ യൂസ്ഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബോൺസ് ഇൻ അഡീഷൻ ടു സ്റ്റോൺ ടൂൾസ്. അതായത് പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അത് ഈ പാലിയോലിത്തിക് ഏജിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചു. എന്തിൻ്റെയൊക്കെ അസ്ഥിയായിരിക്കും? മൃഗങ്ങളുടെ, അല്ലേ, വന്യമൃഗങ്ങളുടെ മാംസം ദ്രവിച്ചു പോയ, അല്ലേ, അതിൻ്റെ അസ്ഥികൾ ഉപയോഗിച്ച് അവർ വേട്ടയാടാനായിട്ടുള്ള ആയുധങ്ങളായിട്ട് നിർമ്മിച്ചിരുന്നു. അപ്പോൾ പേജ് നമ്പർ 10 വരെയാണ് നമ്മളിന്ന് പഠിച്ചത്. ഞാൻ പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.